ഹേയ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ക്ലേ കൊണ്ടുള്ള ഒരു അവക്കാഡോ കീ ചെയിനാണല്ലോ. ഞാനിവിടെ ക്ലേ എടുത്തിട്ടുണ്ട്. അതിനൊന്ന് അവക്കാഡോ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. കൈ കൊണ്ട് പിന്നെ നല്ല മെല്ലെ പ്രസ് ചെയ്ത് ഈ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പണിയാണ്, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഈ ക്യൂട്ടായിട്ടുള്ള അവക്കാഡോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോ സെറ്റ് ചെയ്തെടുത്തല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പീസ് ക്ലേ എടുത്ത് കൈ കൊണ്ടൊന്ന് അമർത്തി എടുക്കുക കേട്ടോ. ഇനി ചെറുതായിട്ടൊന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലൊരു പെയിൻറ്റിൻ്റെ ബ്രഷ് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡ് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഒരു രണ്ട് ബ്രഷ് ബാലൻസ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ ഏകദേശം നമ്മുടെ ഷേപ്പ് റെഡി. ഇനി കയ്യിൽ വെച്ചിട്ട് മെല്ലെ അമർത്തിയിട്ട് മെല്ലെ ഒന്ന് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുത്ത് വെച്ചാൽ നമ്മുടെ ബോ റെഡിയായി. ഇനി ബോളിക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പെൻസിലും കൊണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണ്ടേ. ഇനി കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടി കൊടുക്കണം. ഇനി ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുത്ത് ബോ റെഡി. കീ ചെയിൻ ആകുമ്പോൾ ഒന്ന് നമ്മൾ തൂക്കിയിടുമല്ലോ, അപ്പം ഇതിനൊരു വെള്ളയും കൂടി വേണ്ടേ. അപ്പം ചെറിയൊരു ക്ലേ എടുത്തിട്ട് ഇതിനൊന്ന് വെള്ളം നനച്ചിട്ട് ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ബ്രഷും കൂടെ ഒന്ന് പരത്തിയെടുത്ത ശേഷം ആദ്യം ഞാൻ സൂചിപ്പേനും കൂടെ ഒന്ന് ഒരു വട്ടത്തിലാക്കിയിട്ട് അതിനെ മെല്ലെ ഒന്ന് മുറിച്ചെടുക്കണ്ടേ. ഇതാ വെച്ച് നമ്മുടെ ക്ലേ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതിനുശേഷം ഈ തീപ്പെട്ടിക്കൊള്ളില്ലേ, അതിൻ്റെ പുറകു വശം കൊണ്ട് ഒന്ന് കുത്തിയെടുത്താൽ ഇതാ സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി മെല്ലെ വെള്ളം തൊട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ക്ലേയിൽ തന്നെ കുറച്ചൊന്ന് വെള്ളമാക്കിയിട്ട് ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞു ക്ലേയില്ലേ, അതിൽ കുറച്ചൊന്ന് വെള്ളമൊക്കെ ലൂസാക്കി ഒട്ടിച്ചെടുത്താൽ സംഭവം സെറ്റായി. ഇനി ഉണക്കാൻ വേണ്ടി വെക്കണം. ഒരു ദിവസം ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടണം. ഈ മഴയത്ത് പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. ഒരു ദിവസം റെസ്റ്റിന് ശേഷം നമുക്ക് പെയിന്റ് അടിക്കാം. കുറച്ച് പച്ച എടുക്കുക, കുറച്ച് മഞ്ഞ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് പച്ച എടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചാക്കി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കളർ റെഡി. ഇനി എന്താണ്, ആളെ പെയിന്റ് ചെയ്തെടുക്കാം. അവക്കാഡോ എടുക്കുക. ഇനി മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വൃത്തിക്ക് അങ്ങോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് സ്പീഡിൽ ഓട്ടിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി പെയിന്റ് ചെയ്ത് തീർത്താൽ മതി. വീഡിയോ ലെങ്ത് കൂട്ടി ഇനി നിങ്ങളെ ബോറടിപ്പിക്കില്ല, അതുകൊണ്ടൊന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സുന്ദര കുടപ്പനായിട്ടുണ്ട്. പോരാ, ഇനി പച്ച പെയിന്റും കൊണ്ട് ഔട്ട്ലൈനും കൂടി ചെയ്തെടുക്കാം. ഇടയിൽ കൂടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡിലായത്. ആ വള്ളിക്കും കൂടി ഞാൻ പച്ച പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ബോയ്ക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ള എടുക്കുക. വളരെ പിഞ്ചളവിൽ റോസും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിങ്ക് കളർ കിട്ടി. ഇനി ബോയിൽ നന്നായിട്ട് അങ്ങോട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ നമ്മുടെ ബോയും റെഡി. ഇനി കുഞ്ഞു രണ്ട് കണ്ണുകളും കൂടി വരഞ്ഞു കൊടുക്കണ്ടേ. ഈ കണ്ണ് വരുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി ഇങ്ങോട്ട് വേണം വരയാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് തെറ്റിയ പണി മൊത്തം പാളും. സ്കെച്ച് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്തെടുത്താലും മതി. ഇനി ഒരു ക്യൂട്ടായിട്ടുള്ള സ്മൈലും കൂടി വരഞ്ഞെടുക്കാം. സ്മൈല് വരഞ്ഞ ശേഷം കുറച്ച് ഐലാഷും കൂടി വരഞ്ഞു കൊടുക്കണ്ടേ. ഇടയിൽ ഒരിക്കൽ തെറ്റി ഞാൻ വീണ്ടും ഫസ്റ്റ് തൊട്ടിട്ട് പെയിന്റ് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഒരു കുഞ്ഞു ഡോട്ട്, ഇനി കണ്ണിൻ്റെ ഉള്ളിലായിട്ട് ഒരു രണ്ട് കുഞ്ഞു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുക്കുന്ന ഡോട്ട് എങ്ങാനും മാറിപ്പോയി വെച്ചാൽ നമ്മുടെ അവക്കാഡോ ഡൊങ്കറങ്ങനാവും, അഥവാ കോങ്കറങ്ങനെന്ന് പറയും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കൊടുക്കണേ. ഇനി അവക്കാഡോയ്ക്ക് ഒരു സീഡ് വരച്ചു കൊടുക്കണ്ടേ. ഇതിനു വേണ്ടി ബ്രൗൺ പെയിന്റ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വട്ടം ചുറ്റി കൊടുക്കാം. കുറച്ച് സ്പീഡിൽ കാണിക്കണ്ടേ, നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം മെല്ലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സീഡും റെഡി ആയിട്ടുണ്ട്. പക്ഷെ അവക്കാഡോയ്ക്ക് ഒരു ക്യൂട്ട്നെസ് വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു കവിളായിട്ട് കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാം. കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇപ്പം ക്യൂട്ടായില്ലേ. ഇനി നമുക്ക് ബോ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ബോ ഒട്ടിച്ചു കൊടുക്കാൻ ഫെവി ബോണ്ടിൻ്റെ പശയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മെല്ലെ അവക്കാഡോയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താലോ. ആ വള്ളിയുടെ സൈഡിലായിട്ട് വള്ളി അധികം കാണാത്ത രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുത്ത് നമ്മുടെ ക്യൂട്ടി പൈ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് പുറകു വശത്തും കൂടി ഒന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് ഒരു പച്ച കളറാണ്. നിങ്ങൾ ഉള്ളിലുള്ള പച്ച കളർ എടുക്കാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വേറെ ഏത് കളറും യൂസ് ചെയ്യാം. ഇനി നന്നായിട്ട് അങ്ങോട്ട് പെയിന്റ് അടിച്ചാൽ നമ്മുടെ അവക്കാഡോ കീ ചെയിൻ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻ റെഡി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.